சாமி நல்லவரு, எல்லோருக்கும் ரட்சகரு. பாவம் யாவும் மன்னித்தாரு, பாவம் யாவும் மன்னித்தாரு. நம்ம சாபங்கள் எல்லாம் നീക്കിത്താറ്, നമ്മ സാപങ്ങൾ എല്ലാം നീക്കിത്താറ്. ഏവർക്കും സ്നേഹവന്ദനം. കേട്ടപ്പോൾ ചെറിയ ഒരു വിഷമം തോന്നി. ഒരാളല്ല, പലരും അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ വേദനയോടെ ഒരു പഠനം നടത്തി. പ്രിയരെ, ഇതൊരു വിമർശനമല്ല, എളിയ ഒരു പ്രബോധനം മാത്രമാണ്, മറ്റൊന്നുമല്ല. ഒരാൾ പറഞ്ഞത് ദൈവത്തിന് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു, വേറൊരാൾ പറഞ്ഞത് 1000 സ്തോത്രം ദൈവത്തിന്. ഇത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. പറയാം. ദൈവം 1000 ഹോമയാഗം കഴിച്ച ശലോമോനിൽ പ്രസാദിച്ചതായി നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. 1000 ഹോമയാഗം കഴിക്കാൻ എത്ര സമയം എടുക്കുമെന്ന് വചന നിശ്ചയമുള്ളവർക്കറിയാം. മറിച്ച് 1000 എന്ന് പറഞ്ഞ് ഒരു ഹോമയാഗം മാത്രമാണോ അർപ്പിച്ചത്? അല്ല എന്ന് ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് വ്യക്തം. മൈക്ക് കിട്ടിയാൽ, വേദി കിട്ടിയാൽ ദൈവത്തിന് ഹോൾസെയിൽ സ്തോത്രം നൽകുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ ബഹുമാനിക്കുകയാണോ അതോ കളിയാക്കുകയാണോ? ദൈവത്തിന് കണക്കറിയില്ലേ? ഒരു സ്തോത്രം പോലും പറയാതെ ചുമ്മാ അത് 1000 കോടിയും എന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ അക്കൗണ്ടായി തന്നെ ആ എണ്ണം പരിഗണിക്കപ്പെടുമോ? സ്തോത്രം പലവരു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഭക്തരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പറയാൻ ശ്രമിക്കാറുണ്ട്. അവർ ആരും ദൈവത്തിന് മൊത്തക്കച്ചവടമായിട്ടല്ല, ഓരോ സ്തോത്രവും യാഗമായിട്ട് അർപ്പിച്ചാണ് കണ്ടിട്ടുള്ളത്. ഇത് 1,00,000 രൂപയാണ് എന്ന് വാഗൊണ്ട് പറഞ്ഞ് നമുക്ക് 1 രൂപ ആരെങ്കിലും തന്നാൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്? 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയിട്ട് 10 രൂപ നോട്ട് നൽകിയാൽ എങ്ങനെ കണക്ക് ശരിയാകും? ദൈവം ഇവിടെ പ്രതികരിക്കുന്നില്ല എന്ന് കരുതിയാലും ഈ പറയുന്നത് തെറ്റല്ലേ? 1000 സ്തോത്രം പറയാൻ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വേണം. അതിന് സമയമില്ല. ഇനി കോടാനുകോടി സ്തോത്രം പറയുന്നവരോ എത്ര കോടി വർഷങ്ങൾ വേണ്ടിവരും അത് പറഞ്ഞു തീർക്കാൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും അറിയാതെ ഹോൾസെയിൽ രൂപത്തിൽ പറഞ്ഞ ദൈവത്തെ കളിയാക്കരുതേ. ഒന്നേ പറയുന്നു ഉള്ളെങ്കിലും അത് ദൈവത്തിന് മഹത്വമാകട്ടെ. ഒരു ദൈവമില്ലാത്തവൻ അത് കേൾക്കുമ്പോൾ ചേർന്ന് പറയാൻ തോന്നട്ടെ. സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവിനെന്ന വചനം ഓർത്തുകൊണ്ട് പറഞ്ഞാൽ അത് നമുക്ക് അനുഗ്രഹവും ദൈവത്തിന് മഹത്വവും വരുവാനിടയാകും. ഗോഡ് ബ്ലസ് യു. സേനകളിൽ കർത്തർ പെരിയവരാ, വേദം കൊണ്ട് നമ്മെ കാപ്പവരാ, സിലുവയിൽ സാത്താനെ ജയിത്തവരാ, മരണത്തെ ജയമാക്കി എഴുന്തവരാ, യുദ്ധത്തിലെ യേശു വല്ലവരാം, എല്ലാ ജനത്തിക്കും രക്ഷകരാം. യുദ്ധത്തിലെ യേശു വല്ലവരാം, എല്ലാ ജനത്തിക്കും രക്ഷകരാം.